ഗാന്ധി ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സംഗമവും നടന്നു. മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി പ്രഭാഷണവും വിവിധങ്ങളായ സാംസ്കാരിക ചടങ്ങുകളും നടന്നു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഗുലാം മുഹമ്മദ്, എം.എൻ. തമ്പാൻ, ഉണ്ണികൃഷ്ണ മാസ്റ്റർ, ജോൺ ഗ്രേഷ്യസ്, ഇ.പി. സഹദേവൻ, പി.ആർ. സ്റ്റാൻലി, റിനാസ് താണിക്കപ്പറമ്പൻ, ഷൗക്കത്ത്, ഷെയ്ഖ് ദാവൂദ്, പി.കെ. ജോൺസൺ, റോക്കി ആളൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ഈ സ്റ്റാച്യുവിലും കാണാൻ കഴിയുന്നത് ചർക്കയിൽ നിൽക്കുന്ന മഹാത്മാഗാന്ധിയാണ്. സ്വയം പര്യാപ്തതയുടെയും ലളിത ജീവിതത്തിൻ്റെയും പ്രതീകമായിട്ടാണ് മഹാത്മാഗാന്ധിയെ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത്. അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ഒരു രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന് എല്ലാ ആളുകളെയും അഹിംസാ മാർഗത്തിലൂടെ, ആ ചിന്തയിലൂടെ സമരമുഖത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരു ചരടിൽ കോർത്ത പൂമാല കണക്കെ ഐക്യത്തോടെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിത്തന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു രാഷ്ട്രനേതാവായി മാത്രമല്ല നമ്മളെല്ലാവരും ഗാന്ധിയെ കാണുന്നത്. ഒട്ടനവധിയായിട്ടുള്ള മഹത്വങ്ങളുള്ള ലളിത ജീവിതത്തിൻ്റെ, അഹിംസയുടെ, അതോടൊപ്പം സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ പ്രതീകമായിട്ട് കൂടിയാണ് നമ്മൾ മഹാത്മാഗാന്ധിയെ കാണുന്നത്.